മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഉരുളൻകിഴങ്ങിൻ്റെ ഫ്രൈ ആണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. എണ്ണ വളരെ കുറച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഈ പൊട്ടറ്റോ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ അവർ കഴിക്കും. അപ്പം ഇതിനായിട്ട് ഞാൻ പല വലിപ്പത്തിലുള്ളതായതുകൊണ്ട് ഒരു 5 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതായത് ഉരുളൻകിഴങ്ങ്, അതിൻ്റെ തൊലി കളയാത്ത ഒരു 1.5 കുടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പം ഒരു 150 ഗ്രാമോളം ചെറിയ ഉള്ളിയും തൊലി കളഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി കറിവേപ്പിലയുണ്ട്. നമുക്കിരുന്നാണ്ട് ഇത് നമ്മുടെ കിഴങ്ങ് സ്ക്വയർ പീസസ് ആയിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇച്ചിരി വലുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കുമ്പോഴായിരിക്കും നമുക്ക് ഉടച്ച് അത് കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ അപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നമ്മൾ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളല്ലാതെ നമ്മൾ ഉപ്പ് പുരട്ടുമ്പോൾ എല്ലായിടത്തും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് പുരട്ടി വിട്ടാൽ എല്ലായിടത്തും ഉപ്പ് പിടിക്കുകയും ചെയ്യും. നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും നമുക്ക് ചോറ് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം തന്നെ ഇതേ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ പെരുംജീരകവും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 1/2 ടീസ്പൂൺ കടുവിട്ട് പൊട്ടിച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പെരുംജീരകവും ചേർത്ത് മൂപ്പിക്കുന്നുണ്ട്. അപ്പം ചതച്ചതായതുകൊണ്ട് നമ്മളിപ്പോൾ ചേർക്കുന്നത് കേട്ടോ, പൊടി അല്ലാത്തതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം മൂത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, നല്ല ആരോഗ്യമാണല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വസ്തുവാണല്ലോ നമ്മുടെ വെളുത്തുള്ളി. അപ്പം വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചതയ്ക്കുമ്പം ഇതിൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് ഇതിനകത്ത് വെന്ത് ചേരുകയും, അല്ലെങ്കിൽ കഷ്ണമായിട്ട് ഇത് കിടക്കും കേട്ടോ. നമ്മുടെ കിഴങ്ങിനകത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ കിഴങ്ങിൻ്റെ ആ സ്റ്റാർച്ചിൻ്റെ വീര്യവും കുറയും. അതിനാണ് നമ്മൾ ഈ ചെറിയ ഉള്ളി ഇങ്ങനെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്തിട്ട്, ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ ഈ ഫ്രൈ പാൻ ആയതുകൊണ്ട് നമുക്ക് അധികം വെളിച്ചെണ്ണ വേണ്ട, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നിരത്തിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ലതായിട്ട് മൂത്ത് വരണം. എന്നിട്ട് എണ്ണ അതിൻ്റെ വെള്ളമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി വന്ന് കഴിയുമ്പം നമ്മൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയായ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി കളറുള്ള മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മതി കേട്ടോ. നമ്മൾ എന്നിട്ട് ഇതിലേക്ക് 1/4 സ്പൂൺ കുരുമുളക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവ് അനുസരിച്ചും ചേർക്കാം. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ച് എരിവ് ചേർക്കുക. അപ്പം ഞാൻ വളരെ കുറച്ച് എരിവേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിനകത്തിട്ട് നമ്മൾ മൂപ്പിക്കുന്നു. നമ്മളിനി വേണേൽ മസാലപ്പൊടി ഗരം മസാലയോ അല്ലെങ്കിൽ മസാലപ്പൊടി ഏത് വേണമെങ്കിലും ചേർക്കാം, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. നമ്മളിപ്പം പെരുംജീരകം ചേർത്തുകൊണ്ട് അത് മതി കേട്ടോ. എന്നിട്ട് നമ്മളിതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ഈ ഉരുളൻകിഴങ്ങിനകത്തുനിന്ന് വെള്ളവും എല്ലാം കൂടി ചേർത്തങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നിരത്തിയിട്ട് ആ വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഗ്രേവി നമ്മുടെ ഈ മസാല എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിപ്പറ്റില്ല, ആ കളറിന് വ്യത്യാസം വരും കേട്ടോ. പിന്നെ അതങ്ങ് മങ്ങിപ്പോകും നമ്മുടെ മുളകിൻ്റെ കളർ. അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് ആ വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടി നമ്മുടെ കിഴങ്ങെല്ലാം ഒന്ന് നിരത്തിയിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് വേവുകയും ചെയ്യും. പിന്നെ ഇത് കൂട്ടി ഇളക്കുന്ന കാണാൻ നമ്മുടെ ക്യാമറ അങ്ങ് മിസ്സായിപ്പോൾ കേട്ടോ. അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റുക. അപ്പോൾ എല്ലാം നമ്മൾ ഇതേ രീതിയിൽ കൂട്ടി ഇളക്കി നമ്മുടെ ആ മസാലകളും ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഗ്രേവി എല്ലാം ഈ നമ്മുടെ ഈ പൊട്ടറ്റോയ്ക്കകത്ത്, അതേ ഉരുളൻകിഴങ്ങിനകത്ത് പറ്റി എല്ലാം വന്ന് നന്നായിട്ട് നമ്മൾ പലതവണ ഇങ്ങനെ ഇളക്കിയിട്ട് തിരിച്ചും ഇളക്കിയിട്ട് 1-2 മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ വേവിച്ച് അടച്ചും തുറന്നും വെച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് കൂട്ടിപ്പരട്ടി എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഇത് വേവാൻ നമ്മൾ ഇതിൻ്റെ വെള്ളം, ഈ ആവിയും എണ്ണയും പിന്നെ പൊട്ടറ്റോയുടെ വെള്ളവും കൂടാണ് ചേർന്നത് വെന്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനകത്ത് ഇനി ഒരു ഇച്ചിരി ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിതിലേക്ക് ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണാണ് ഞാൻ കണക്കാക്കിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് കൂട്ടി
ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചും കൂടെ വെക്കുന്നുണ്ട്. അടച്ചും വെച്ച് എല്ലാം ആവിക്കകത്തെല്ലാം വെന്തു നമ്മുടെ കായപ്പൊടിയുടെ ടേസ്റ്റൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉടച്ച് കഴിക്കാൻ നല്ല വെറുതെ കഴിക്കാൻ, നമുക്ക് ചായ കുടിക്കുമ്പോഴൊക്കെ വെറുതെ കഴിക്കാനും ഒക്കെ നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പം നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പൊട്ടറ്റോ എല്ലാം റെഡിയായി. എന്നിട്ട് ഈ പൊട്ടറ്റോ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കറി വെക്കാനൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെ പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കറി വെക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ്. പഴയ കാലങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരം ഉണ്ടായിരുന്ന ഒരു വിഭവം തന്നെയാണ് ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി. അത് പല രീതിയിലാണ് നമ്മളൊക്കെ തയ്യാറാക്കാറ്. ഇത് ഒരു രീതിയാണ്. നമ്മൾ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് ചേർക്കുക. വെളുത്തുള്ളിയുടെ തൊലിയോട് കൂടിയിട്ട് നമ്മൾ ചതച്ച് തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രുചി മറ്റൊന്നിനും കിട്ടില്ല. കണ്ടില്ലേ, ഇതേ രീതിയിൽ നല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഉടച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഈ ഉരുളൻകിഴങ്ങിന് വളരെയേറെ ആരോഗ്യ ഗുണങ്ങളും ഉള്ളതാണ്. ധാതുക്കൾ, വിറ്റാമിനുകൾ, അതുപോലെ തന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, പിന്നെ നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതൊക്കെ ധാരാളം ഉള്ളതിനാൽ നമ്മുടെ ദഹനശക്തി മെച്ചപ്പെടുകയും നമ്മുടെ ഹൃദയാരോഗ്യത്തിനും അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധനത്തിനും തൊലിയുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെയേറെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. അതുപോലെ തന്നെ മലബന്ധം തടയാൻ നാരുള്ളത് കൊണ്ട് മലബന്ധം തടയാനും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ തന്നെയാണ് നമ്മുടെ ഈ ഉരുളൻകിഴങ്ങ്. അപ്പം ഈ ഉരുളൻകിഴങ്ങ് റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മക്കളെ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണമെങ്കിൽ മാത്രമേ അമ്മ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും ഈ അമ്മയുടെ നന്ദി, നമസ്കാരം. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സേഫായിട്ട് ഇരിക്കുക. ശരി മക്കളെ.